ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 6 ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. നമുക്ക് മനുഷ്യൻ രൂപാന്തരപ്പെടാൻ ദൈവവചനത്തിൽ എന്താണ് പറയുന്നതെന്നാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ. 2 കാര്യങ്ങളാണ് മനുഷ്യൻ രൂപാന്തരപ്പെടാൻ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ലോകത്തിന് അനുരൂപരാകരുത്. പിന്നെ രണ്ടാമത്തത് മനസ്സിൻ്റെ നവീകരണം. അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: വിചിത്രങ്ങളായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണം കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് ഹെബ്രായ ലേഖനം 13-9 നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് രൂപാന്തരപ്പെടാനായിട്ട്, മാനസികമായിട്ട് വളരാനായിട്ട്, ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ഈ 2 തിരുവചനങ്ങളും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.